തമിഴ്നാട് മാത്രമല്ല കേരളം പിടിക്കാൻ വേണ്ടി വിജയ് ഇറങ്ങിയിരിക്കുകയാണ്. കേക്കി ന്യൂസ് കേക്കി നിങ്ങൾ. പാർട്ടി ഘടകം കേരളത്തിലും ആരംഭിക്കുന്നു. വയനാട് വെങ്ങപ്പള്ളിയിലാണ് പാർട്ടിയുടെ ആദ്യ ഘടകം പ്രവർത്തനം തുടങ്ങുന്നത്. IT പ്രൊഫഷണലുകളും ബിരുദധാരികളും അടങ്ങുന്ന കൂട്ടായ്മയാണ് രൂപം കൊള്ളുന്നത്. തലവർ നമുക്ക് എന്താ പറയുക, അവിടെ 108 സീറ്റോട് കൂടി വന്ന ആ സമയത്ത് നമ്മൾ തീരുമാനിച്ചതായിരുന്നു നമുക്ക് ഇവിടെ ഒരു വിജയിൻ്റെ ഒരു TVK എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ എന്നുള്ളൊരു ആശയം നമുക്ക് ഉണ്ടായിരുന്നു ഉള്ളിൽ. ഇപ്പോഴും നമ്മളെ വിഷയം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിഷയമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മെമ്പർഷിപ്പ് കിട്ടിയിട്ട് പ്രാബല്യത്തിൽ ഇറങ്ങാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മെമ്പർഷിപ്പ് നമ്മളോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഇതിൽ എത്തിപ്പെടാൻ പറ്റുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. TVK ഒരു പുതിയൊരു പ്രസ്ഥാനമാണല്ലോ. 2 വർഷം കൊണ്ട് നമ്മൾ വിജയ് ഇങ്ങനെ രൂപീകരിച്ചെടുക്കുകയാണെങ്കിൽ അതുപോലെ ഒരു പുതിയ പ്രസ്ഥാനം കേരളത്തിലേക്കും വരുന്നത് നല്ലതല്ലേ എന്നൊരു ചിന്താശക്തിയുള്ള യുവാക്കളെ എങ്ങനെയിരിക്കും. അവിടെ ഭൂരിപക്ഷം കുറവായിരുന്നു. അവർ പെട്ടെന്ന് എന്നാൽ എല്ലാവരും കൂടെ സെറ്റ് ചെയ്ത് ചാക്കിട്ട് പിടിച്ച് അവർ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു വിജയ്. ഇവിടെ ആണെങ്കിൽ ഭൂരിപക്ഷം ഉണ്ട്, പക്ഷേ മുഖ്യമന്ത്രി ആവാൻ സാധിക്കുന്നില്ല. കാരണം നേതാക്കൾ കൂടുതലാണ്. ഇതൊക്കെ ആൾക്കാർ കാണില്ലേ, തമിഴ്നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ. ഇവിടെ ചാൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മളെ കേരളം തമിഴ്നാടിനോട് ഒരുമിച്ച് ഒരു രാജ്യമാക്കി മാറ്റാം ചാൻസ് ഉണ്ട്. 2 വർഷം കൊണ്ടൊരു പാർട്ടി രൂപീകരിക്കുകയും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും മുഖ്യമന്ത്രി ആവുകയും ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷത്തെ രാഷ്ട്രീയ പരിചയം കൊണ്ട് വിജയിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. 2 വർഷം കൊണ്ട് പാർട്ടി രൂപീകരിച്ചതാണ്. ഇവിടെ സാധ്യതയുണ്ട്. യുവജനങ്ങൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ അത്രയും തന്നെ ആരാധകർ വിജയിക്ക് ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ ഇവിടെ യുവജനങ്ങൾ IT പ്രൊഫഷണൽസ് കാര്യങ്ങളെല്ലാം ഇതിലോട്ട് തിരിയാണ്. പുതിയ ഒരു രീതിയിലോട്ട് അവർ പോവുകയാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ പാർട്ടിക്കാരുണ്ടല്ലോ, 3 പാർട്ടിക്കാർ, LDF, UDF, BJP, പിന്നെ അല്ലറ ചില്ലറ അങ്ങനെയുള്ള പാർട്ടികൾ, ഈ പാർട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. എങ്ങനെയായിരുന്നാലും നമ്മൾ ജനങ്ങൾക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കുക, അല്ലെങ്കിൽ നല്ല നയങ്ങൾ കൊണ്ടുവരിക, ജനങ്ങളുടെ പുരോഗമനത്തിനോട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നത് ആര് ചെയ്യുന്നു അതിലോട്ട് ജനങ്ങൾ ചായും. ജനങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കും. അതാണ് സിറ്റുവേഷൻ, അതാണ് സാഹചര്യം. അതാണ് കാര്യം. അതുകൊണ്ട് TVK ഇവിടെ സാധ്യത ഇല്ല എന്നും പറയാൻ പറ്റില്ല കേട്ടോ.